ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യസാധ്യാത്മചേതസാ നിരാശിർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. വിവർത്തനം. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ ഉദ്ദേശ്യം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പട്ടാളച്ചിട്ടയിലെന്ന പോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട് എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ. ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിതത്വം. ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തൻ്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഒരു സൈന്യാധിപനെന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ്. ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം. അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം. കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത്. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ ആധ്യാത്മചേതസ്സെന്നറിയപ്പെടുന്നു. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ്. ഒരു കാഷ്യർ തൻ്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു. എങ്കിലും ഒരു ചില്ലി പോലും തൻ്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, എല്ലാം ഭഗവാന്റേതു മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. മയി, എന്നിൽ എന്ന് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെ കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദം ഉന്നയിക്കില്ല തന്നെ. ഈ മനോഭാവത്തെ നിർമ്മമ, എൻ്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു. ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുഖതയെ വലിച്ചെറിയുക തന്നെ വേണം. അങ്ങനെ ഒരാൾക്ക് വിഗതജ്വരനാവാം. മാനസികമായ ജ്വരമോ മാന്ദ്യമോ ബാധിക്കാതെ കഴിയാം. ഓരോരുത്തർക്കും തൻ്റെ സ്വഭാവത്തിനും സ്ഥിതിക്കും അനുയോജ്യമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ട് തന്നെ മുക്തിമാർഗം പ്രാപിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.